ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ആട്ടിടയനോട് ചോദിക്കുന്നൊരു വാക്കുണ്ട്. ഒരാട്ടിടയൻ ഒരു ആട്ടിൻപറ്റങ്ങളുമായി പോകുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ആ ആട്ടിടയനായ ആ അടിമയായ ഒരു കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മോനെ, ഈ ധാരാളം ആടുകളുള്ള കൂട്ടത്തില് ഒരാട്ടിനെ നീ എനിക്ക് പിടിച്ചു തന്നാൽ നീ പറയുന്ന സംഖ്യ നിനക്കതിന് ഞാൻ അങ്ങോട്ട് തന്നേക്കാം. ആ കുട്ടിയുടെ ചോദ്യം, മുതലാളി ഉടമസ്ഥൻ ഒരാട്ടിനെ പറ്റി ചോദിക്കും, അതെവിടെ പോയി എന്ന് ഞാൻ എന്ത് പറയും? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് വെറുതെ പരീക്ഷണത്തിന് വേണ്ടിയാണ്. അതിനെ ചെന്നായി പിടിച്ചെന്ന് പറഞ്ഞാൽ പോരെ, എന്നാലും നിനക്ക് ധാരാളം പൈസ കിട്ടൂലേ എന്ന് പറഞ്ഞപ്പോ ആ കുട്ടിയുടെ രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്. മാദാ സഅഖൂലുല്ലാഹ യൗമൽ ഖിയാമ ഹീന തഖ്തിമുൽ ലിസാൻ വതതകല്ലമുൽ യദൈനി വതസ്ഹദുൽ റിജ്ലൈൻ. എന്റെ മുതലാളിയോട് എനിക്ക് എങ്ങനെ പറയാം, പക്ഷേ ഖിയാമത്ത് നാളിന്റെ അന്ന് എന്റെ നാവിന് സീല് വെക്കുകയും എന്റെ രണ്ട് കൈകൾ സംസാരിക്കുകയും എന്റെ രണ്ട് കാലുകൾ അതിന് സാക്ഷികളായി നിൽക്കുകയും ചെയ്യുന്ന ആ സമയത്ത് ഞാൻ ആ പടച്ചവനോട് എന്ത് മറുപടി പറയുമെന്നുള്ള ചോദ്യത്തിന്റെ മുന്നിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോവുകയാണ്. ഇങ്ങനെ ഒരു മറുപടി ആ കുട്ടിയിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. പകരം ആ അടിമയായ കുട്ടിയെ തന്റെ കയ്യിലുള്ള ദീനാറുകൾ കൊടുത്തുകൊണ്ട്, മുതല ഉടമസ്ഥൻ ആവശ്യപ്പെടുന്ന ദീനാറുകൾ കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ മോചിപ്പിച്ച ഒരു ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഈ ഒരു വാക്ക്, ഈ ഒരു ആട്ടിടയനെ വേട്ടയാടിയ ഈ വാക്ക് എപ്പോഴും നമ്മെ വേട്ടയാടേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമസ്കാരം സമയം തെറ്റിച്ച് അതിന്റെ കാര്യത്തിൽ ഗൗരവമില്ലാത്ത നമ്മള് സമയം കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരേണ്ട ഒരു ആയത്താണ് ഞാൻ എന്റെ ആമുഖത്തിൽ ഓതി വെച്ചത്. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതസ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായക്ക് സീല് വെക്കപ്പെടും, കൈകൾ സംസാരിക്കും, കാല് സാക്ഷി നിൽക്കും. കളവ് പറയുമ്പോൾ ഈ ആയത്ത് നമ്മളെ വേട്ടയാടണം. കളവ് പ്രവർത്തിക്കുമ്പോൾ ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അന്യന്റെ അവകാശങ്ങൾ അവിഹിതമായി കൊണ്ട് നമ്മൾ നേടിയെടുക്കുമ്പോൾ ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അതുപോലെ തന്നെ അനീതിയും അക്രമങ്ങളും പ്രവർത്തിക്കുമ്പോഴും അതിന് കൂട്ടുനിൽക്കുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. ലഹരി ഉപയോഗിക്കുമ്പോഴും അതിന്റെ ബിസിനസ്സുകാരായ വിൽപ്പന നടത്തുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അവിഹിതത്തിൽ ഏർപ്പെടുമ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും ഈ ആയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറി വരണം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, എന്റെ വായക്ക് സീല് വെക്കും, മാത്രവുമല്ല എന്റെ കൈകളാണ് സംസാരിക്കുന്നത്, എന്റെ കാലുകളാണ് എനിക്കെതിരെ സാക്ഷി നിൽക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആ ആട്ടിടയനെ വേട്ടയാടിയ ആ വാക്ക് നമ്മളെയും വേട്ടയാടേണ്ടതുണ്ട്.